കഴിഞ്ഞ ദിവസം നമുക്ക് 2-2.5 കിലോ വരുന്ന ഒരു വലിയൊരു മോതയുടെ തല കിട്ടിയിട്ടുണ്ട്. അത് വെട്ടി കഷ്ണങ്ങളാക്കി നല്ല അലുവ പീസാക്കി നമ്മൾ കല്യാണ തലേന്ന് വെക്കുന്ന കോട്ടയം സ്റ്റൈല് മീൻകറി തലക്കറി നമ്മൾ വെച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഓതന്റിക് ആയിട്ട് ചേർത്തതാണ് നമ്മുടെ കേരള സ്റ്റൈല്. അപ്പം കൊടംപുളിയിട്ട് വെച്ച് തലക്കറി ഫുള്ള് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മലയാളി ഫോർ അവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നല്ല തല കിട്ടിയിട്ടുണ്ട്. മോതയുടെ തലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈല് മുളകിട്ട കറി, അല്ലെങ്കിൽ കല്യാണ തലേന്ന് നമ്മൾ കോട്ടയംകാരൊക്കെ വെക്കുന്ന ടൈപ്പ് കറിയാണ് നമ്മൾ വെക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലും അങ്ങനെയാണ് വെക്കുന്നത്. പക്ഷെ തിരുവനന്തപുരം ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ തേങ്ങ അരച്ച കറി വരുന്നുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് മുളകിട്ട കറി. ഇതിനകത്ത് നമ്മൾ അല്പം പോലും കൊച്ചുള്ളി പോലും ചേർക്കത്തില്ല. ചില സമയത്താണ് കൊച്ചുള്ളി ചേർക്കുന്നത്. ഞാൻ കഴിഞ്ഞ കറിയിൽ കൊച്ചുള്ളി ചേർത്തു. പക്ഷെ ഇതിൽ നമുക്ക് ചേർക്കുമോ ഇല്ലയോ എന്നുള്ളത് മമ്മിയുടെയാണ് പ്രിപ്പറേഷന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് അത്ര എനിക്കത് പറയാൻ പറ്റത്തില്ല. മമ്മി അന്നേരം കൊച്ചുള്ളി ഇടുവാണെങ്കിൽ ഇടും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇടത്തില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു കുക്കിങ്ങിന്റെ ആ ഒരു ടൈമിലെ ആ മൂഡ് അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും കുക്കിങ്ങിൽ വരുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ കറി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സാധാരണ നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ ദാണ്ട ഈ ചെമ്പിലാണ് നമ്മൾ വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അലൂമിനിയോ സ്റ്റീലോ ആണ്. പക്ഷെ ഇതിനകത്ത് വെക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. കാരണം കറി വെച്ചതിന് ശേഷം ഇതെടുത്ത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ഇതിനകത്ത് തന്നെ ചിലപ്പം വെക്കുമ്പോഴായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന റിയാക്ഷൻസോ ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ പുളി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഒരു ദിവസം ഇരുന്നത് കൊണ്ട് ഈ ചെമ്പിൽ വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കറി ആയതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. പക്ഷെ നിങ്ങൾ വെക്കുന്നതായ സമയത്ത് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ, ഇപ്പം 2.5 കിലോ മോതയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ, അതായത് മൺചട്ടിയിൽ വെക്കുവാണെങ്കിൽ പിന്നെ എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി അതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കും. അതുവരെ എനിക്ക് കുറച്ച് സമയവും നിങ്ങൾ തരണം. അപ്പം നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ചതച്ച് വെച്ചത്, അതേപോലെ ഇഞ്ചി അരിഞ്ഞാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ മമ്മിയുടെ മൂടനുസരിച്ച് ഇന്ന് നമ്മൾ കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. അതേപോലെ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഈ കാണുന്ന പൊടിയാണ് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയാണ് കറിക്ക് എപ്പോഴും. അതേപോലെ ഒരു മണവും ഉണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉലുവാപ്പൊടി കറക്റ്റ് ചേർക്കണം. പിന്നെ ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണ കോക്കനട്ട് ഓയിൽ അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാരണം കോക്കനട്ട് ഓയിലിന് ഇപ്പം 400 രൂപയാണ് വില. അപ്പം നമുക്ക് പലർക്കും അത് അഫോർഡ് ചെയ്യാൻ ഇപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് തവിടെണ്ണ. ഇത് ഏകദേശം എനിക്ക് 1 ലിറ്ററിന് 137 റിലയൻസിൽ നിന്ന് ഞാൻ വാങ്ങിയപ്പോൾ. അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും അവിടെ പോയാൽ തവിടെണ്ണ കിട്ടും. തവിടെണ്ണയ്ക്ക് പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ മുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടിയുടെ പൊടിച്ചു വെച്ചേക്കുന്ന കാശ്മീരി ചില്ലിയും അതേപോലെ പാണ്ടി മുളകെന്ന് നമ്മളിവിടെ പറയും. കാശ്മീരിയും പാണ്ടിയും കൂടെ മിക്സ് ആണ് ഇതിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിരിയനും കാശ്മീരിയും ഉണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചുള്ള മുളക് നിങ്ങൾ ചേർക്കുക. അത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് ബഡ്സിനനുസരിച്ചാണ് നിങ്ങൾ ചേർക്കേണ്ടത്. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില, അതേപോലെ നമ്മുടെ പുളി നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അതാകുമ്പോൾ ഒന്ന് കുറച്ച് അലിഞ്ഞ് കിട്ടും ചേർക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്. പിന്നെ അല്ലാതെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് കൊണ്ട് അതേപോലെ നമ്മൾ അല്ലാതെ ഇടുന്നുണ്ട്. നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് ചേർക്കാം. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെയാണ്, വളരെ സിമ്പിളാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ കായമാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കായവും കൂടി ഇടുമ്പോഴും കായവും ഉലുവയുടെയും ഒരു പ്രോപ്പർട്ടീസ്, ആ ഒരു മണം നമുക്ക് ഭയങ്കര, അതായത് നല്ല ടേസ്റ്റിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല ഇത് തവിടെണ്ണയാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞു വെളിച്ചെണ്ണയാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നു. ഏകദേശം ഒരു 50 to 60 ml ആണ് നമ്മൾ അതിൽ ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുക് ഇടാൻ പോവാണ്.
കടുക് എപ്പോൾ ഇടുമ്പോഴും നമുക്കത് പൊട്ടണം. നമ്മളത് പൊട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കടുക് പൊട്ടാതിട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് അതിന് രുചി വ്യത്യാസം വരും. അപ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടാൻ പോവാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതല്ല സാധാരണ ഇതാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിനുശേഷം വെളുത്തുള്ളി ചതച്ചതും അതേപോലെ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എപ്പോഴും നമ്മുടെ കറികൾക്ക് അത് നല്ലോണം സോട്ടായി വരണം. നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴാണ് നമുക്കിത് കുറേ 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, 3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സോ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്തവണ നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരിക്കലും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കത്തില്ല. അതായത് നമ്മൾ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കലക്കിയല്ല ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആണ് ഇത്തവണ മുളക് പൊടി ഇടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കറിയും ഈ കറിയും തമ്മിൽ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഇത്തവണ സ്ട്രെയിറ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ മുളക് പൊടി മൊത്തം ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഞാനിവിടെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി, ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഇത് നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇതിനകത്ത് നല്ലോണം ഈ മുളക് വേകണം. ഇത് നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മൂക്കണം. ഒരു മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇത് നല്ലോണം ആ എണ്ണ ഒന്ന് പിടിച്ചിത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ്ട് പുളിയും ഇട്ട് വെച്ചിരുന്ന, അതായത് പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. ഇതിൽ കൂടുതൽ നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മുളക് പൊടിയാണ്, ഡ്രൈ ആണ് ഓൾറെഡി. അപ്പോൾ ഇടുന്ന സമയത്ത് 1 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം തന്നെ അന്നേരം തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ തന്നെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മമ്മിയുടെ റെസിപ്പിയാണ്. ഇത് കോട്ടയം സ്റ്റൈല് മീൻകറിയാണ്. കല്യാണ തലേന്ന് വെക്കുന്ന മീൻകറിയാണ്. അപ്പം ഈ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ കറി കിട്ടത്തില്ല. ഇതിന്റെ മുകളിൽ എണ്ണ തെളിയണം. ആ എണ്ണ തെളിയുന്നതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എണ്ണ കുറവാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ഇതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കുറച്ച് ഒന്ന് താമസിക്കും. കാരണം നമ്മൾ മുളക്, അതായത് എണ്ണ ഒഴിച്ചേക്കുന്നത് കുറവാണ്. അപ്പോൾ ആ ഒരു എണ്ണ അങ്ങോട്ട് തെളിയാറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിയാൽ കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെ ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന്, നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചിട്ട് ഉപ്പിടുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിന്.
വെള്ളം കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് ഈ മസാലയൊന്ന് ലൂസാക്കുക. അപ്പോൾ അതങ്ങോട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. കാരണം അത്യാവശ്യം വെള്ളം വേണം. നമ്മുടെ ഈ തല കിടന്ന് അതിനകത്ത് കിടന്ന് ആ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഈ മൊത്തം ഞാൻ ഒഴിക്കുക. ഏകദേശം 500 ml ഓഫ് വാട്ടർ, 1/2 ലിറ്റർ വെള്ളം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമ്മളിപ്പം നല്ലോണം ഇതിൻ്റെ മസാലയൊക്കെ സൈഡ് ചേർത്ത് ഇളക്കി ആ വെള്ളത്തിലൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലൊരു തിള വരുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന തല കുട്ടന്മാരെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ മസാലയ്ക്കകത്ത് തിള വന്നിട്ടുണ്ട്. ആ തിള വന്നതിനകത്തേക്കാണ് നമ്മൾ ഈ നമ്മുടെ തലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മോതയുടെ തലയാണ്. ഈ തല പണ്ട് ഉള്ളവർ പറയും തല ആണുങ്ങൾ കഴിക്കാൻ പാടില്ല, ഇത് പെണ്ണുങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, കാരണം മീശ വളരത്തില്ല. കാരണം പണ്ട് ഈ ഒരുപാട് മീനോ കാര്യങ്ങളോ ഒന്നും വാങ്ങാൻ കിട്ടാതിരിക്കുന്ന സമയത്ത് മീൻ കിട്ടുമ്പോൾ അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ ആണുങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, പെണ്ണുങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, പറയുന്നത് ഇങ്ങനെ ഇത് ഇറക്കാൻ തുടങ്ങി, ആണുങ്ങൾക്ക് മീശ വരത്തില്ല. അപ്പൊ അങ്ങനെ ആൾക്കാർ പേടിച്ച് ആണുങ്ങൾ ഒരുപാട് പേര് കഴിക്കാതിരുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ പഴയ വീഡിയോകളൊക്കെ കാണുന്നവർക്കറിയാം എനിക്ക് അത്യാവശ്യം മീശയുണ്ട്, ഞാൻ പണ്ട് തൊട്ട് തല കഴിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അതേപോലെ നമ്മുടെ തല മൊത്തത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. തലയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഇളക്കരുത്, കാരണം മീനിൻ്റെ ദശയൊക്കെ പറഞ്ഞങ്ങ് പോകും. അതാണ് തലയുടെ ചരിത്രം. അപ്പോൾ തല നമുക്ക് ആർക്ക് വേണമെങ്കിലും കൂട്ടാം, യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉള്ള മീനിന്റെ ഭാഗം എന്ന് പറയുന്നത് തലയാണ്. എന്നും പറഞ്ഞ എല്ലാ തലയും കൊള്ളത്തില്ല, എല്ലാ മീനിന്റെയും കൊള്ളത്തില്ല. നല്ല മീനിന്റെ നമ്മൾ ഉപയോഗിക്കണം. അതായത് നെയ്മീൻ, മോത, അങ്ങനത്തെ തലകൾ, അല്ലെങ്കിൽ തേട് ഒക്കെ സൂപ്പർ സാധനമാണ്. ഗർഭിണികൾക്കും അതേപോലെ പെണ്ണുങ്ങൾക്കും ഒക്കെ സൂപ്പർ സാധനം. നിങ്ങൾ തേട് നല്ലത് കിട്ടുവാണെങ്കിൽ കാച്ചിക്കോ, യാതൊരു പ്രശ്നവും ഇല്ല. നല്ല തേട്, നല്ല നെയ്മീൻ്റെ തല, നല്ല മോതയുടെ തല, ചൂരത്തല ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അധികം പ്രിഫർ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ചെറുമീനുകളുടെ തലയൊന്നും നമുക്ക് കറി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഇങ്ങനത്തെ നല്ല മീനുകളുടെ, നല്ല ദശയുള്ള മീനിന്റെ തല വാങ്ങുക, നല്ല ഓണം കൊണ്ട് കറി വെക്കുക. കറി വെച്ചിട്ട് കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയും മോരൊക്കെ ഒഴിച്ച് ആ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ വേറൊരു കറി വേണ്ട. അതായത് ബീഫ് എനിക്ക് ഇഷ്ടമാണ്, പോർക്ക് ഇഷ്ടമാണ്, പക്ഷെ തലയുണ്ടെങ്കിൽ നമുക്ക് തലക്കറി മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് പേര് തലക്കറിക്ക് വേണ്ടിയിട്ട് ഷാപ്പിലും മറ്റ് ഹോട്ടലുകളിലും 5 സ്റ്റാർ ഹോട്ടലുകളിലും, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പോൾ വഴിയോര കടകളിലും ഒക്കെ ആൾക്കാർ കയറി തലയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നവരുണ്ട്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പോകുന്നത്? നല്ലൊരു മീൻകട നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ആ മീൻകടയിലേക്ക് പോവുക. ആ മീൻകടയിൽ നിങ്ങൾ പറഞ്ഞു വെക്കാമെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി തല റെഡിയാക്കി വെക്കും. എനിക്ക് ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു BSR എന്ന് പറയുന്ന നല്ല ഒരു ഫിഷ് വിൽക്കുന്ന കടയാണ്. അല്പം ചില സമയത്ത് അവിടെ റേറ്റ് ഒക്കെ കൂടുതലാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തല വെട്ടി നമുക്ക് തരും. ഞാൻ ഇന്ന് ആ തല വെട്ടുന്നതിന്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം. അപ്പം അങ്ങനെ നമ്മൾ വെളിയിലൊക്കെ പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ ഇപ്പോൾ ഈ തലേന്നൊക്കെ പറഞ്ഞ എക്സോട്ടിക് ഫുഡായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അല്ല, ഇത് എക്സോട്ടിക് ഫുഡ് അല്ല. ഇത് പണ്ടത്തെ നമ്മുടെ ഫാമേഴ്സ് അല്ലെങ്കിൽ പണിക്കാർ കഴിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഐറ്റംസ് ആണ്. ഇപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ ഇന്ന് കൂടുതലും ഈ എക്സോട്ടിക് ആയിട്ട് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിനടുത്ത് ഇങ്ങനെ കടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞ് തല വാങ്ങി നല്ല കറി വെക്കുക. കറി വെച്ച് കപ്പയുടെ കൂടെ അങ്ങോട്ട് പിടിക്കുക. നല്ല ആരോഗ്യം വരും, നല്ല ഊർജവും വരും. അപ്പോൾ നമ്മുടെ കറി ദാണ്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പൊ അതാണ്ട് നമ്മൾ ഇതിലേക്ക് ഉലുവാപ്പൊടി വറുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, ഡബിൾ റോസ്റ്റ് ചെയ്തതാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഉലുവയുടെ മണം നല്ല ടേസ്റ്റ് ആണ്. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്താണ് പൊടിച്ചിരിക്കുന്നത്. അതിലേക്ക് ദാണ്ട് കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ദാണ്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ ആ ഒരു മണം ഉണ്ടല്ലോ, ആ മണം അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു കറി അങ്ങോട്ട് കഴിക്കാൻ നമുക്ക് അങ്ങോട്ട് തോന്നും. ആ ചോറോ അല്ലെങ്കിൽ ആ കപ്പയും കൂടെ വെച്ചിട്ട് കഴിക്കാൻ. ഇതും തലേന്ന് വെച്ച മീൻകറിയാണ്. ഇന്ന് ഞാൻ രാത്രിയിലാണ് വെക്കുന്നത്. ഇന്ന് രാത്രി തന്നെ വാങ്ങിച്ചോണ്ട് വന്നു, നമ്മൾ വെക്കുന്നു. നമ്മൾ എന്നിട്ട് നാളെ രാവിലെ നമ്മൾ അത് എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താണ്ട് ഇതേപോലെ അങ്ങോട്ട് അടച്ചു വെക്കുക. ഇത് അടച്ച് ഇത്രയും പിന്നെ ബാക്കി എല്ലാ മസാലയും ലാസ്റ്റ് ഉലുവയും അതേപോലെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അടയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ബർണർ സിമ്മറിലേക്ക് ഇടുന്നു. സിമ്മറിലിട്ട് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് ഇതിനകത്ത് കിടന്ന് തറവായിട്ട് കുക്കാവണം. കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ പിടയ്ക്കുന്ന മോദ തലക്കറി റെഡിയാണ്. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ദാണ്ടെ കൈ പൊള്ളും. അപ്പം സൂക്ഷിച്ചൊക്കെ തുറക്കുക. ഇതായിട്ടുണ്ട്. ഇതിന്ന് നമ്മൾ കഴിക്കത്തില്ല, ഇത് നാളെ രാവിലെയാണ് നല്ലത്. നാളെ നമ്മൾ നല്ല കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കും. നല്ല കോട്ടയം സ്റ്റൈല് കല്യാണ തലേന്ന് നല്ല തലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നാളെ നമ്മൾ കഴിക്കും. അപ്പം നാളെ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമ്മളിടാം. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ കറി വെച്ചിരുന്ന മോദയുടെ തലക്കറി ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. ഇന്നലെ തലേന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫുള്ള് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. സോ എന്താ ദാണ്ട് സൂപ്പർ നല്ല നെയ്യൊക്കെ ഉള്ള നല്ല സൂപ്പർ മീൻ തലയാണ്. ഇതിലേക്ക് കുറച്ച് കപ്പയും കൂടി ഇട്ട് വേറൊന്നും പറയാനില്ല. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമന്റിൽ അറിയിക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.